ഇന്ന് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. അവിടെ ഒരു പാലുകുടി ഫംഗ്ഷൻ ഉണ്ട്. അനിയത്തീൻ്റെ മോൻ്റെ കുഞ്ഞൻ്റെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പാലുകുടി നാളെയാണ്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം പോവാണ് കേട്ടോ. ഒരു ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ തലേ ദിവസം ഞങ്ങൾ പോവാണ്. ഇളയമ്മയുണ്ട്, വല്യമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ പോവാം കേട്ടോ. പോകുമ്പോൾ നല്ലൊരു മഴയൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് അവിടെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ ചായ കുടിച്ച് അവിടെ എത്തിയപ്പോഴോ അവിടെ ഇപ്പം മഴയാണല്ലോ, അതുകൊണ്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു മഴ കഴിയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും അവിടെ അങ്ങനെ കുറച്ച് ആളൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊക്കെ സംസാരിച്ചിരിക്കുന്നു. മക്കൾ ഒരു ഭാഗത്തുനിന്ന് കളിക്കുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവരുടെ കുഞ്ഞൻ്റെ ആണ് കേട്ടോ പാലുകുടി. അപ്പം കുഞ്ഞാറ്റ വന്നിട്ടുണ്ട്. അവൾ കുഞ്ഞിനെ കുളിപ്പിച്ചതോ എന്തോ ആണേ. അങ്ങനെ മോളും അപ്പം ഒരുപാട് ആളുണ്ടാവും. മക്കളൊക്കെ ഓരോ ആളുകൾ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമല്ലോ. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ആട്ടോ, ഇതാണ് മോള്, ഇവളുടെ പാലുകുടിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ. അതെപ്പോഴും എല്ലാവരും നാട്ടിലുണ്ടാവില്ല, അതാണ് അതിൻ്റെ കാര്യം. കാരണം ഒരാളുണ്ടാവുമ്പോൾ ഒരാളുണ്ടാവില്ല. അങ്ങനെ നാട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാകുന്ന സമയം വളരെ കുറവാണ്. ഇതിന് തന്നെ അമ്മയുടെ അനിയത്തി കുവൈത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ മിസ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബാക്കി എല്ലാവരുമാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളോരോന്നൊക്കെ സംസാരിച്ചിരുന്ന് പിന്നെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയത്. പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ എല്ലാവരും ഉള്ളപ്പോൾ. അപ്പോൾ വെറുതെ ചില സമയത്തൊക്കെ അങ്ങ് ഇറങ്ങി കളിക്കുന്നല്ലാതെ പിന്നെ എന്തോ ഒരു ചമ്മല. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അനിയന് അവൻ നന്നായിട്ട് കുക്ക് ചെയ്യേ, അവൻ തന്നെയാണ് കേട്ടോ വെച്ചേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ കുറേ ആൾ കഴിക്കുന്നു, കുറേ ആൾ കഴിച്ചു, ഓരോ സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞാറ്റ പോവുകയാണ്. അവൾ രാവിലെ വരും എന്ന് പറഞ്ഞു. അവളുടെ വീട് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഇതേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി എല്ലാവരും കിടക്കാൻ വേണ്ടി കയറിയ സമയത്ത് പിന്നെ ഞങ്ങൾ ദംഷരാഡ്സ് കളിക്കുകയായിരുന്നു. ഇതെന്താ വെച്ചാൽ സിനിമ പേരല്ല, ഒരു പാട്ടാണ്. അങ്ങനെ പാട്ട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അത് കുറേ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഒരു റൂമിലാട്ടോ കിടന്നേ. കുറേ ആൾ നിലത്തും കുറേ ആൾ കട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് സമയം കളിച്ചിരുന്നു. പറഞ്ഞാൽ എത്ര സമയമായെന്നറിയോ ഉറങ്ങുമ്പോൾ? ഇത് 2:50 കിടന്നപ്പോൾ. അപ്പോൾ കിടന്ന് പിന്നെ കുറേ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴൊക്കെ 3:30 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബാക്കി വിശേഷമായി നാളെ വരാം. ബൈ.